ശരിക്കും യേശുവിൻ്റെ എല്ലാ പഠിപ്പിക്കലുകളിനകത്തും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യം എന്നുള്ള കാര്യം. നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക എന്നുള്ളതാണ്. വിചാരപ്പെടുക എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല. രണ്ട് വള്ളത്തെ കാല് വെക്കുന്നത് പോലെ ചിന്താഗതിയിലായിപ്പോവും നമ്മൾ ജീവനകാര്യത്തിൽ ഇടപെട്ട്. അതിനെ തെറ്റായി ഉദ്ധരിക്കുമ്പോൾ നേർ വിപരീതമായ അർത്ഥത്തിലേക്ക് വരെ അത് കൊണ്ടെത്തിക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം. വീണ്ടും നമ്മൾ മിസ്ക്ലോട്ടഡ് ബൈബിൾ വേഴ്സസിന്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് ആയിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യമാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടും എന്നുള്ള വാക്യമാണ്. അപ്പോൾ ഈ വാക്യം സാധാരണയായി പലതരത്തിൽ കേൾക്കാറുണ്ട്. അതായത് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പിൻ, അതോടുകൂടെ സകലവും നിങ്ങൾക്ക് കിട്ടുമെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനുള്ള വഴി എന്ന് പറയുന്നത് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുകയാണ് എന്ന നിലയിലും കേൾക്കാറുണ്ട്. അങ്ങനെ പലതരത്തിൽ മിസ്ക്യൂട്ട് ചെയ്യപ്പെടാറുള്ള, തെറ്റിദ്ധരിക്കപ്പെടാറുള്ള ഒരു വാക്യമാണ് ഈ മത്തായി സുവിശേഷം 6-ാം അധ്യായം 33-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്. ഈ മത്തായി സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാം വാക്യമാണല്ലോ നാം ഇന്ന് ചിന്തിക്കുന്നത്. സോ ഈ ഒരു പാസേജ് നമ്മൾ ചിന്തിക്കുമ്പം ഇത് ആര് പറഞ്ഞു, എപ്പോൾ പറഞ്ഞു, എവിടെ പറഞ്ഞു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. സോ നമുക്കറിയാം മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ എന്ന് പറയുന്നത് ഗിരിപ്രഭാഷണം എന്നുള്ള കാര്യമാണ്. സെർമൺ ഓൺ ദ മൗണ്ട്. യേശു പരീക്ഷിക്കപ്പെട്ടതിന് ശേഷം അവൻ മലമേൽ കയറി ശിഷ്യന്മാരോട് സംസാരിക്കുന്ന ആ ഒരു പാസേജാണ് 5, 6, 7 അധ്യായങ്ങൾ നാം കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗിരിപ്രഭാഷണം നാം ചെക്ക് ചെയ്യുന്നുടനെ ഒരു മനുഷ്യൻ്റെ ആത്മീയ സാമൂഹിക ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യത്തെ പറ്റിയൊക്കെ വളരെ സവിസ്തരം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു പാസേജാണ് ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തെ പല കാര്യങ്ങളുണ്ട്. നമുക്ക് ബിയാറ്റിറ്റ്യൂഡ്സ് അല്ലെങ്കിൽ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാൻ, ആ ഭാഗ്യാവസ്ഥയൊക്കെ പറഞ്ഞ ലേറ്റർ പാസേജുകളിലേക്ക് വരുമ്പോഴാണ് ഇവിടെ നാം കാണുന്നത് മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ എന്നുള്ള കാര്യത്തിലേക്ക് വരുന്നത്. ശരിക്കും യേശുവിൻ്റെ എല്ലാ പഠിപ്പിക്കലുകളിനകത്തും ടോപ്പ് പ്രയോറിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ് ദൈവരാജ്യം എന്നുള്ള കാര്യം. സോ ആ ഒരു മെസ്സേജിൻ്റെ വേറൊരു ഡെപ്തിലേക്കാണ് ശരിക്കും യേശു ഈ വാക്യം കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ഈ ഒരു ഫോക്കസ് നാം നഷ്ടമായി പോകുമ്പോഴാണ് നാം വേറെ രീതിയിലേക്ക് ഈ വാക്യങ്ങളൊക്കെ ചിത്രീകരിക്കാൻ നാം ശ്രമിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു തോന്നൽ. അതെ, ഈ വാക്യത്തിലേക്ക് വരുമ്പോൾ ആദ്യത്തെ ഭാഗം നമ്മൾ കാണുന്നത് മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീൻ എന്നുള്ളതാണ്. കാരണം സന പറഞ്ഞതുപോലെ ഈ അധ്യായത്തിൽ ഈ ഭാഗത്ത് ദൈവരാജ്യത്തെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗിരിപ്രഭാഷണത്തിന്റെ ഒരു തീം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ യേശുവിന്റെ പ്രസംഗ വിഷയം തന്നെ ദൈവരാജ്യത്തെ കുറിച്ചായിരുന്നു. അപ്പൊ ദൈവരാജ്യത്തെ കുറിച്ച് സംസാരിച്ചു വരുമ്പോൾ ഇവിടെ യേശു പറയാണ് മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ. അപ്പൊ അത് പറയുന്നതിന്റെ ഒരു ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് അവിടെ നമ്മൾ കാണുന്നത് രാജ്യവും നീതിയെ കുറിച്ച് പറയുമ്പോൾ 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, മനുഷ്യർ കാണേണ്ടതിന് നിങ്ങളുടെ നീതിയെ അവരുടെ മുമ്പിൽ ചെയ്യാതിരിക്കാൻ സൂക്ഷിപ്പീൻ എന്ന് പറഞ്ഞിട്ട് അത് 3 പ്രാക്ടിക്കൽ ആസ്പെക്ട് പറയുന്ന, 1 ഭിക്ഷ കൊടുക്കുമ്പോൾ, 2 ഉപവസിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ഈ സമയത്തെല്ലാം നമ്മൾ മനുഷ്യനീതിക്ക് അപ്പുറം ദൈവമുമ്പാകെ നമ്മൾ രഹസ്യത്തെ അത് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യനീതി അല്ല പിന്തുടരേണ്ടത്, അല്ലെങ്കിൽ മനുഷ്യന്റെ മുമ്പിൽ നീതിമാനാകാനല്ല ശ്രമിക്കേണ്ടത്, ദൈവമാണ് നമ്മളെ നീതീകരിക്കേണ്ടത് എന്ന നിലയിലാണ് സംസാരിച്ചു വരുന്നത്. എന്നിട്ടാണ് ഈ ഭാഗത്ത് വിചാരപ്പെടുന്നതിനെ കുറിച്ച് പറഞ്ഞ് എന്ത് തിന്നും എന്ത് കുടിക്കുമെന്ന് നിങ്ങൾ വിചാരപ്പെടരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഈ വിചാരങ്ങൾക്ക് പകരം, നമ്മുടെ ആകുലതകൾക്ക് പകരം നമ്മൾ അവിടെ പ്ലേസ് ചെയ്യേണ്ടത് ദൈവരാജ്യത്തിന്റെ അന്വേഷണമാണ്. പ്രാർത്ഥനയെ കുറിച്ച് പറയുമ്പോഴും അന്വേഷിപ്പീൻ കണ്ടെത്തും, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും, മുട്ടുവിൻ തുറക്കപ്പെടും എന്ന് പറയുന്ന അതേ സെൻസിൽ സീക്ക്, അന്വേഷിക്കുക, ദൈവരാജ്യത്തെ പിന്തുടരുക എന്നുള്ള അർത്ഥത്തിൽ പറയുകയാണ്. മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക. കർത്താവ് സംസാരിച്ചു തുടങ്ങിയത് തന്നെ യോഹന്നാൻ സ്നാപകന്റെ സംസാരത്തെ തുടർന്ന്, അല്ലെങ്കിൽ പ്രസംഗത്തെ തുടർന്ന് കർത്താവ് സംസാരിച്ച് തന്നെ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പൊ ഈ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ എന്ന് പറയുമ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഈ നീതി, പരീക്ഷന്മാരുടെയും ശാസ്ത്രിമാരുടെയും നീതിയെ കവിയുന്ന ദൈവനീതിയെ പിന്തുടരുക, ദൈവരാജ്യത്തെ പിന്തുടരുക. ദൈവരാജ്യം എന്ന് പറയുന്നത് ലളിതമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വാഴുന്ന ഒരു ഐഹികമായ രാജ്യമല്ല, മറിച്ച് ഹൃദയങ്ങളിൽ കർത്താവ് വാഴുന്ന, ദൈവത്തിന്റെ വാഴ്ച ഹൃദയങ്ങളിൽ വരുന്ന ഒരു രാജ്യം. അതിനെക്കുറിച്ചാണ്
മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ എന്ന് പറയുമ്പോൾ നമുക്ക് അതിനകത്തുനിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അത് തന്നെ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഇൻവിറ്റേഷനാണ്. മുമ്പേ അവൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുവിൻ എന്ന് പറയുമ്പം അതൊരു ബ്രോഡർ പെർസ്പെക്റ്റീവിൽ ഒരു ഇൻവിറ്റേഷൻ പോലെയാണ് യേശു പറയുന്നത്. ഇപ്പോൾ ബ്രദർ പറഞ്ഞ അതിനകത്ത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ, അല്ലെങ്കിൽ അതും ഒരു ഇൻവിറ്റേഷൻ തന്നെയാണ്. സോ ഇത് ആ ഒരു ഇൻവിറ്റേഷൻ്റെ കുറച്ചുകൂടെ നാരോ ഡൗൺ ചെയ്യുകയാണ്. നിങ്ങൾ എന്തിനേക്കാണ് നിങ്ങൾ ഇൻവൈറ്റഡ് അയക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ സീക്ക് ചെയ്യുന്ന ഉടനെ നിങ്ങൾ മനുഷ്യൻ്റെ നീതിയെ അല്ല നിങ്ങൾ സീക്ക് ചെയ്യേണ്ടത്, പ്രത്യുത ദൈവത്തിൻ്റെ നീതിയെ സീക്ക് ചെയ്യാനുള്ളൊരു ഇൻവിറ്റേഷൻ. ശരിക്കും പറഞ്ഞാൽ ആ ഒരു സേവിങ് റൈച്ചസ്നെസ് അല്ലെങ്കിൽ ട്രാൻസ്ഫോമിങ് റൈച്ചസ്നെസ്സിലേക്കുള്ള ഒരു ഇൻവിറ്റേഷൻ ആയിരിക്കണം നമ്മുടെ ഈ ലോകത്തിലുള്ള ജീവിതത്തിലുള്ള സീക്കിങ്, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഏറ്റവും വലിയ റൈച്ചസ്നെസ് എന്ന് പറയുന്നത് ദൈവത്തിനെ പറ്റിയുള്ള, ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ ജ്ഞാനത്തെ പറ്റിയുള്ള ആ ഒരു സീക്കിങ് ആയിരിക്കണം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതാണ് യേശു അവിടെ പറയുന്നത്. ഈ ഒരു ട്രാൻസ്ഫോമിങ് റൈച്ചസ്നെസ്സിൻ്റെ ഫോക്കസ് നഷ്ടമായി പോകുമ്പോൾ നമുക്കുണ്ടാകുന്നത് സെൽഫ് സെൻറ്റേർഡ്നെസ്സിൻ്റെ തോട്ട് പ്രോസസ്സുകളാണ് കൂടുതലുണ്ടാകുന്നത്. സോ അന്നത്തെ ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പരീശന്മാരും സദൂക്യരും ഇവരൊക്കെയുണ്ട്. ഇവരൊക്കെ സെൽഫ് സെൻറ്റേർഡ്നെസ്സായി അല്ലെങ്കിൽ സെൽഫ് റൈച്ചസ് ആയിട്ടുള്ള തോട്ട് പ്രോസസ്സുകളിൽ ജീവിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി, ഒരു എക്സാമ്പിൾ അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ യേശു പറയാണ്, ഇവർ സീക്ക് ചെയ്യുന്നത് അവരുടെ സെൽഫായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെങ്കിൽ ആസ് യു കം ടു ക്രൈസ്റ്റ്, നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്ന ഉടനെ, അല്ലെങ്കിൽ ആ ഒരു പുതു മനുഷ്യനായി മാറുമ്പോൾ നിങ്ങളുടെ ഫോക്കസ് ഇവിടെ നിന്ന് മാറിയിട്ട്, ഹൃദയത്തിൽ നിന്ന് മാറിയിട്ട് ഉയരത്തിലുള്ളതാണ് ചിന്തിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ നിക്ഷേപങ്ങൾ അർപ്പിക്കേണ്ടതെന്നുള്ള ആ ഒരു വലിയൊരു മാറ്റത്തിൻ്റെ ഒരു ഇൻവിറ്റേഷനാണ് അവിടെ ഉണ്ടാകുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് നമ്മളൊരു ചെറിയൊരു ട്രാൻസ്ഫോർമേഷൻ അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഹോൾ ലൈഫിൻ്റെ പ്രയോറിറ്റീസ് തന്നെ ചേഞ്ച്ഡ് ആകുന്ന ഒരു ഇൻവിറ്റേഷൻ തന്നെയാണ്. അപ്പം ആ ഒരു രീതിയിൽ നാം ചിന്തിക്കുമ്പോൾ നമ്മുടെ ചിന്താഗതികൾ, നമ്മുടെ സംസാരങ്ങൾ, നമ്മൾ മറ്റുള്ളവരുമായിട്ടുള്ള ഡീലിങ്ങിൽ ഇതെല്ലാം റിഫ്ലക്റ്റഡ് ആകും എന്നുള്ള കാര്യം ഒരു ചെറിയ രീതിയിൽ, അത് ചെറിയ രീതിയിലല്ല ശരിക്കും പറഞ്ഞാൽ, അതൊരു വലിയൊരു സ്പോണ്ടേനിയസ് ആൻഡ് ഡ്രാസ്റ്റിക് ഒരു എക്സ്പ്ലോസീവ് ചേഞ്ചിലേക്കാണ് ഈ ഒറ്റ വാക്യത്തിലൂടെ, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുകയും എന്നുള്ള വാക്യത്തിലൂടെ യേശു ഇൻവൈറ്റ് ചെയ്ത് സ്വീകരിക്കുന്നത് അല്ലെങ്കിൽ വിളിക്കുന്നത്. എക്സാക്ട്ലി. സെൽഫ് റൈറ്റസ്നെസ്സിനെ വിട്ട് സ്വയനീതിയെ ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ട് ദൈവനീതിയെ പിന്തുടരാനുള്ള ഒരു ആഹ്വാനമാണ് ശരിക്കും ആ വാക്യത്തിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നത്. അതിനോട് ചേർന്ന് നമ്മൾ കാണുന്നത് അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. അപ്പൊ അവിടെ ഇതൊക്കെയും കിട്ടുവാനുള്ള ഒരു വഴിയായിട്ട് ദൈവരാജ്യത്തിന്റെ അന്വേഷണത്തെ കുറിച്ച് പറയുകയല്ല, മറിച്ച് അവർ വിചാരപ്പെടുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ വിചാരപ്പെടരുത്. ഏറ്റവും ബേസിക് നീഡ്സിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. സകലവും അർത്ഥത്തിലും അല്ല. ഈ ഏറ്റവും ബേസിക് നീഡ്സിനെ അഡ്രസ് ചെയ്തുകൊണ്ടാണ് ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും, നിങ്ങൾ ഇതിനെക്കുറിച്ചുള്ള വിചാരപ്പെട്ട് ജീവിക്കാൻ ഇടയാകരുത്, ആകുലപ്പെട്ട് ജീവിക്കാൻ ഇടയാകരുത്, അതിനെക്കുറിച്ച് സ്വർഗീയ പിതാവ് കരുതലുള്ളവനാണ് എന്ന് യേശു അവിടെ പ്രബോധിപ്പിക്കുന്നത്. ഈ ബേസിക് നീഡ്സ് എന്ന് പറയുന്ന സമയത്ത് ബേസിക് നീഡ്സിന് അപ്പുറത്ത് ദൈവം കരുതത്തില്ല, തീർച്ചയായും കരുതും. പക്ഷെ ആ ഒരു ഭാഗത്ത് നമുക്ക് വ്യക്തമാകുന്നത് എസെൻഷ്യൽ നീഡ്സ് അല്ലെങ്കിൽ നീഡ്സ് എന്നുള്ളതാണ്. വാൺസിനപ്പുറത്ത് നീഡ്സ് നമ്മൾ തിരിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കപ്പുറത്ത് നമ്മുടെ യഥാർത്ഥ ആവശ്യങ്ങൾ, നമുക്ക് ആവശ്യമായിട്ടുള്ള, നമുക്ക് പല ആഗ്രഹങ്ങൾ കാണും, താല്പര്യങ്ങൾ കാണും, പക്ഷെ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ ആവശ്യങ്ങളെ കുറിച്ച് ദൈവം കരുതലുള്ളവനാണ്. ആ ആകുലങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പറയുന്നത്. മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കുക. അതായത് നിങ്ങളുടെ ജോലി എന്ന് പറയുന്നത്, നിങ്ങളുടെ ടാസ്ക് എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ അന്വേഷിക്കുക എന്നുള്ളതാണ്, ദൈവത്തിന്റെ നീതി അന്വേഷിക്കുക എന്നുള്ളതാണ്. വിചാരപ്പെടുക എന്നുള്ളത് നിങ്ങൾക്കുള്ളതല്ല, നിങ്ങൾക്ക് വേണ്ടി സ്വർഗീയ പിതാവ് വിചാരപ്പെടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ആകുലങ്ങളെ പൂർണ്ണമായും ദൈവത്തിലേക്ക് ഇടുക എന്നുള്ളതാണ്. ആ നിലയിലാണ് ആ വാക്യത്തെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. സ്വർഗീയ പിതാവിനെ പൂർണ്ണമായും ആശ്രയിക്കുക എന്നുള്ളതാണ് ആ രണ്ടാം ഭാഗത്ത് യേശു പ്രബോധിപ്പിക്കുന്നതായിട്ട് നമുക്ക് പഠിക്കാനായിട്ട് സഹായിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. യേശു തൻ്റെ പ്രാർത്ഥനയിൽ പോലും പഠിപ്പിക്കുന്നത് അന്നന്നുള്ള ആഹാരം ഞങ്ങൾക്ക് നൽകണമെന്നുള്ള ഒരു പ്രാർത്ഥനയാണ്. ആ ഒരു പ്രാർത്ഥന എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്രേരണ. ഇപ്പം ബ്രദർ പറഞ്ഞതുപോലെ നമ്മുടെ അത്യാഗ്രഹങ്ങൾക്ക് വേണ്ടിയല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ആ ഒരു കാര്യങ്ങളാണ്. ജീവനും ഭക്തിക്കും വേണ്ടതായ എല്ലാം തന്ന് നമ്മളെ പോഷിപ്പിക്കുവാൻ കഴിയുന്ന ഒരു ദൈവത്തിൻ്റെ സന്നിധിയിലാണ്, ദൈവത്തിലാണ് നിങ്ങൾ ആശ്രയിക്കുന്നത് എന്നുള്ള കാര്യമാണ് യേശു ഒരു വാചകത്തിലൂടെ നമ്മളോട് പറയുന്നത്. നമുക്കറിയാം, പൗലോസ് 2 തിമോത്തിയോസിൽ എഴുതുന്ന ഒരു വാക്യം ഇങ്ങനെയുണ്ട്. 2 തിമോത്തിയോസ് 2:4 ഇങ്ങനെ കാണുന്നുണ്ട്:
പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ ഇടപെടാതിരിക്കുന്നു. സോ ഇറ്റ് മീൻസ് ഈ ഒരു വാക്യവും ഈ ഒരു പാസേജും കൂടെ നമ്മൾ കണക്ട് ചെയ്യുന്ന ഉടനെ നമ്മൾ കിങ്ഡം റൈച്ചസ്നെസ്, ദൈവത്തിൻ്റെ നീതി, ദൈവത്തിൻ്റെ രാജ്യം അന്വേഷിക്കുന്ന ഉടനെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളെ ബോധർ ചെയ്യരുത്. ആ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ബോധേഡ് ആകുകയാണെന്നുണ്ടെങ്കിൽ ദൈവരാജ്യത്തെ പറ്റിയുള്ള ബോധം നമുക്ക് നഷ്ടമാകും. ദൈവരാജ്യത്തിൻ്റെ ആ ഒരു എസൻസ് നമ്മുടെ മനസ്സിൽ നിന്ന് അതായത് 2 വള്ളത്തെ കാല് വെക്കുന്നത് പോലെ ചിന്താഗതിയിലായിപ്പോവും. നമ്മൾ ജീവനകാര്യത്തിൽ ഇടപെട്ട് ദൈവരാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവരാജ്യമുണ്ട്, ഞാൻ വിശ്വാസിയാണ്, പക്ഷെങ്കിൽ മനസ്സിൽ ചിന്തകളും ആകുലങ്ങളും ചിന്താഗതികളും ഒത്തിരി പേറിക്കൊണ്ടാണ് നാം ജീവിക്കുന്നത്. ശരിക്കും ക്രിസ്തീയ ജീവിതത്തിൻ്റെ ഒരു മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിയിൽ നിന്നുണ്ടാകുന്നത് നാം തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മളുടെ ബാഗ് വലുതാണ്, നാം സീക്ക് ചെയ്യുന്ന, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ബാഗ് ഭയങ്കര വലുതാണ്. ആ എക്സ്പെക്റ്റേഷൻ ലെവൽസ് കുറച്ചിട്ട് റീഅലൈൻ യുവർ ഫോക്കസ്, ദൈവത്തിൻ്റെ ആ റൈച്ചസ്നെസ്സിലേക്ക് നമ്മൾ എവിടെയോ നഷ്ടമായി പോയ ആ ഒരു ഫോക്കസ് ഒന്നുകൂടെ തിരിച്ചു കൊണ്ടുവരണം. ഇപ്പം രക്ഷിക്കപ്പെട്ട ദിവസങ്ങളിലുള്ള സന്തോഷം എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ വലുതായിരുന്നു. പക്ഷേ ഓവർ ദ കോഴ്സ് ഓഫ് യുവർ ക്രിസ്ത്യൻ ലൈഫ്, അവർ ക്രിസ്ത്യൻ ലൈഫ്, ഇതെവിടെയോ നഷ്ടമായി. ഈ ഒരു ദൈവാശ്രയം, ദൈവത്തോടുള്ള സ്നേഹം, ഇത് പലപ്പോഴും മെറ്റീരിയൽ കാര്യങ്ങളുമായിട്ട് റിപ്ലേസ്ഡ് ആയിപ്പോയി. അല്ലെങ്കിൽ ഇവിടെ പറയുന്നത് പോലെ അതോടുകൂടി ഇതൊക്കെ നൽകുമെന്നുള്ള ആ ഒരു വാചകം, ആ ഒരു വാക്യത്തെ നമ്മൾ ഹോൾഡ് ഓൺ ചെയ്തിട്ട് നാം ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറേ സൗധങ്ങളുണ്ട്. സോ ഈ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാകുന്ന ഏറ്റവും വലിയൊരു കാര്യം, യു ഹാവ് ടു ഡിമോളിഷ് യുവർ ഡ്രീംസ് ആൻഡ് ദൈവത്തിലോട് അടുക്കുക. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നീതിയെ, ദൈവരാജ്യത്തെ പറ്റിയുള്ള ബോധ്യം ഒന്നുകൂടി ഉള്ളത്തിൽ നിറയപ്പെട്ടവരായിട്ട് പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് നാം ഒന്നുകൂടെ സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഇൻവിറ്റേഷനാണ് ശരിക്കും പറഞ്ഞാൽ യേശു ഈ ഒരു വാചകത്തിൽ കാണിക്കുന്നത് എന്നുള്ള കാര്യം നാം ഈ വചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, നമ്മൾ ഈ കണ്ട വാക്യത്തിൽ മുമ്പേ അവന്റെ രാജ്യവും നീതി അന്വേഷിപ്പീൻ, അതോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുമെന്നുള്ളത് ആ പറഞ്ഞു വന്ന ഭാഗത്തിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് കൂടെ കാണുന്ന കാര്യം. 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് ആ വാക്യം അവസാനിച്ചിട്ട് 7-ാം അധ്യായം അല്ലെങ്കിൽ അടുത്തൊരു ഭാഗം, അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. അപ്പൊ ആ പറഞ്ഞു വന്നതിന്റെ ഒരു സംക്ഷിപ്തമായിട്ട് കൂടെയാണ് നമ്മൾ ആ വാക്യത്തെ മനസ്സിലാക്കുന്നത്. ദൈവത്തിന്റെ രാജ്യത്തെ, നീതിയെ പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട്, മുൻപിൽ പ്ലേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആകുലതകളെ നമ്മൾ വെടിഞ്ഞ് ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട് ഈ വാക്യത്തിലൂടെ കർത്താവ് പ്രബോധിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നമ്മളുടെ ഒരു തോട്ട് പ്രോസസ് ഉണ്ട്, ഗിവ് ഗോഡ് യുവർ ഫസ്റ്റ് പ്രയോറിറ്റി. അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ജീവിതത്തിൻ്റെ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ദൈവത്തിന് പ്രയോറിറ്റി കൊടുക്കണം എന്നുള്ളൊരു ചിന്താഗതിയുണ്ട്. പക്ഷെങ്കിൽ ജീവിതത്തിലൊരു പ്രയോറിറ്റി മാത്രമല്ല കർത്താവിന് കൊടുക്കേണ്ടത്, നിങ്ങളുടെ ജീവിതങ്ങളെ തന്നെ മുഴുവനായി സമർപ്പിക്കുന്ന ആ ഒരു മെൻറ്റാലിറ്റി. നമുക്കറിയാം റോമാലേഖനം 12-ാം അധ്യായത്തിൽ പറഞ്ഞത് നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിച്ചു. സോ യാഗമെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ്ലി ബേൺ ഡൗൺ ആവുകയാണ്. സോ ആ ഒരു മെൻറ്റാലിറ്റിയിലേക്കായിരിക്കണം നമ്മുടെ ക്രിസ്ത്യൻ ലൈഫ് മെൻറ്റഡ് ആവേണ്ടത്, ട്രാൻസ്ഫോംഡ് ആവേണ്ടത്, ചേഞ്ച്ഡ് ആവേണ്ടത്. കാരണം മറ്റുള്ളതിനേക്കാൾ അപ്പുറമായിട്ട് ഗോഡ് മസ്റ്റ് ബി ദ സെൻറ്റർ ഓഫ് അവർ ലൈഫ്. ദൈവം നമ്മുടെ ജീവിതത്തിൻ്റെ സെൻറ്ററായി മാറണം. ഒരു പ്രയോറിറ്റി ആയിട്ടല്ല മാറേണ്ടത്, ദൈവം നമ്മുടെ ജീവനായി മാറണം. നമ്മുടെ ഓരോ തുടിപ്പിലും ദൈവസ്നേഹം മറ്റുള്ളവർ കാണേണ്ടതാണെന്നുള്ള ബോധ്യമായിരിക്കണം ഓരോ ക്രിസ്തീയ വിശ്വാസിയെയും നയിക്കേണ്ടത്. അതെ, നമ്മൾ ഈ വാക്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിന്റെ ശരിയായ അർത്ഥം നമുക്ക് കൂടുതൽ തെളിവായിട്ട് മനസ്സിലാവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഭൗതിക വിചാരങ്ങൾക്കെതിരെയുള്ള ഒരു ശാസന അല്ലെങ്കിൽ ഒരു തിരുത്തലായിട്ടാണ് നമ്മൾ ഈ വാക്യത്തെ മനസ്സിലാക്കേണ്ടത്. പലപ്പോഴും ധനവാന്മാരെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ദ്രവ്യാഗ്രഹത്തെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ സ്വയസ്നേഹത്തിൽ നിന്നുള്ളൊരു പാപമാണെന്ന് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഇല്ലായ്മയിലായിരിക്കുന്ന സമയത്ത് നമ്മുടെ ആകുലതയും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ പ്ലാനിങ് ഉള്ളവരായിരിക്കണം, ബുദ്ധിപൂർവ്വം നമ്മുടെ റിസോഴ്സസ് ഉപയോഗിക്കണം. പക്ഷെ അതിനപ്പുറത്ത് വിചാരപ്പെട്ടു പോകുന്നത് അതും നമ്മുടെ സ്വയസ്നേഹത്തിൽ നിന്ന്, നമ്മുടെ അറിവില്ലായ്മയിൽ, ദൈവത്തിന്റെ ആശ്രയമില്ലായ്മയിൽ നിന്നുള്ള ഭയത്തിൽ നിന്ന്, സ്വയസ്നേഹത്തിൽ നിന്ന് ഒക്കെ ഉണ്ടാകുന്ന പാപം തന്നെയാണ് അത്തരത്തിൽ നമ്മൾ ആകുലചിത്തരായിട്ട് മാറാനിടയാകുന്നത്. അപ്പോൾ ഈ വാക്യം മിസ്ക്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ പലപ്പോഴും ദൈവരാജ്യത്തെ നീതിയെ അന്വേഷിക്കുക അല്ലെങ്കിൽ അതിനായിട്ട് ജീവിക്കുക എന്നുള്ള കാര്യത്തെ ഊന്നൽ കൊടുക്കുന്നതിന് പകരം ഈ വാക്യം ഉദ്ദേശിച്ചതിന് നേർ വിപരീതമായിട്ടുള്ള ഫലമാണ് ഉണ്ടാക്കുന്നത്. ഈ വാക്യം ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റാനായിട്ട് നിങ്ങൾ ദൈവരാജ്യത്തെ നീതിയെ അന്വേഷിക്കണമെന്നല്ല,
മറിച്ച് സ്വർഗീയ പിതാവ് നിങ്ങളോട് കരുതലുള്ളവനായതുകൊണ്ട് നിങ്ങളുടെ ആകുല ചിന്തകളെ അവന്റെ മേൽ ഇട്ടുകൊണ്ട് അവൻ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ ദൈവരാജ്യത്തിന്റെയും നീതിയുടെയും പിന്നാലെ പോവുക എന്നുള്ളതാണ് ഈ വാക്യത്തിലൂടെ കർത്താവ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ തെറ്റായി ഉദ്ധരിക്കുമ്പോൾ ആ സന്ദർഭം മനസ്സിലാക്കാതെ, അതിന്റെ ശരിയായ അർത്ഥം മനസ്സിലാക്കാൻ തയ്യാറാകാതെ അതിനെ തെറ്റായി ഉദ്ധരിക്കുമ്പോൾ നേർവിപരീതമായ അർത്ഥത്തിലേക്ക് വരെ അത് കൊണ്ടെത്തിക്കാനായിട്ട് ഇടയാകും. അതുകൊണ്ട് കരുതലോടെ വേദപുസ്തകം വായിക്കാനും ശ്രദ്ധയോടുകൂടെ അതിന്റെ അർത്ഥം ഗ്രഹിക്കാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. മറ്റൊരു വാക്യവുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ.